ഹായ് ഫ്രണ്ട്സ്, റെൻ്റെ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. പ്രകൃതിയും പച്ചപ്പും രമണീയതയൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ലവ് സ്റ്റോറി പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു മലമ്പ്രദേശം അല്ലേ? പാലൂർക്കോട്ട എന്ന് പറയും. ബാക്ക്ഗ്രൗണ്ട് ഒരു സീനറിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മണിക്കൂറായിട്ട്. അപ്പോൾ അവസാനം എത്തിപ്പെട്ടത് ഇവിടെയാണ്. അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രോ പറയാൻ വേണ്ടി മാത്രം ഞങ്ങൾ തിരഞ്ഞെടുത്തൊരു ഭാഗമാണ്. ഇനി ഇതല്ലാതെ നമുക്ക് ഇരിക്കാൻ വേറെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആദ്യമായിട്ടുള്ള കണ്ടുമുട്ടലുകളും ഞങ്ങളുടെ തുറന്നു പറച്ചിലുകളും അതിന് ശേഷമുള്ള ഞങ്ങളുടെ ജീവിതം എല്ലാം നിങ്ങളറിയാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളിപ്പോൾ ലൈവിൽ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെ ലവ് സ്റ്റോറി പറയുമോ, ലവ് മാരേജ് അല്ലേ, ലവ് സ്റ്റോറി പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, ലവ് സ്റ്റോറി പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് സത്തയുടെ ഒക്കെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ? പിന്നെ അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ലവ് സ്റ്റോറി പറയാം. നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും അതുപോലെ എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാം. എന്ത് ചേട്ടായി മിണ്ടാതെ നിൽക്കണേ? അങ്ങനെ സംസാരിക്കുമ്പോഴേ നമ്മളതിൻ്റെ ഇടയിൽ ഒരു ഡിസ്റ്റർബ് ആവാൻ പാടില്ലല്ലോ. അപ്പോൾ ഒതുങ്ങി കൊടുക്കാം. എന്തായാലും നമുക്ക് സ്റ്റോറിയിലോട്ട് നടക്കാം. ഞങ്ങൾ ആദ്യം എവിടെയെങ്കിലും ഒന്ന് ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ. ഞങ്ങളുടെ പ്രണയം എന്ന് പറയുമ്പോൾ ഏകദേശം 5 വർഷക്കാലത്തോളം ഞങ്ങൾ പ്രണയിച്ചു. 5 വർഷക്കാലത്തോളം എന്ന് പറഞ്ഞാൽ അത് വീട്ടുകാരെ അറിയാവുന്നില്ല, വീട്ടുകാരെ അറിഞ്ഞോണ്ട് തന്നെയാണ്. എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എന്താ വെച്ചാലേ ഒരു പൂരത്തിന് എടയൂർ പൂരം എന്ന് പറയും. എടയൂർ പൂരം എന്നല്ല, പറയൂർ പൂരം എന്ന് പറയും. അപ്പോൾ ആ പൂരത്തിന് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ, അവരുടെ ഒരു അച്ഛൻ്റെ തറവാട് അവിടെ എടയൂരാണ്. അപ്പോൾ ഇങ്ങനെ പുള്ളി ഇങ്ങനെ പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു പൂരമുണ്ട്, അവിടെ നിന്ന് പോയാലോ ചോദിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉണ്ട്. പോയിട്ട് രാത്രി നാടകം നമുക്ക് അന്നേ വീക്ക്നെസ്സാണ്. അപ്പോൾ നാടകം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. പോയിട്ട് അവിടെ ചെന്ന് രാത്രി വേലകളിങ്ങനെ ഇഷ്ടംപോലെ വേലകൾ, കാളവേലകളും അതുപോലെ ഈ ബാൻഡ് സെറ്റ്, ശിങ്കാരിമേളം, അങ്ങനത്തെ പല സംഭവങ്ങൾ വേലകളിങ്ങനെ വന്നു പോകണം. അതൊക്കെ ആസ്വദിച്ച് അവസാനം രാത്രി 10-11 മണി ടൈമിലാണ് തോന്നുന്നത് നാടകം. 11 മണി 1 മണിയാവും തുടങ്ങാനാ? നാടകം തുടങ്ങാം. അവിടെ വരവ് കഴിയണമെങ്കിൽ തന്നെ ലാസ്റ്റ് വരവ് 12 മണി കഴിഞ്ഞിട്ട് വരുള്ളൂ. 1 മണിയാവും നാടകം തുടങ്ങാൻ. അപ്പോൾ 1 മണിക്ക് ശേഷം 1 മണി സമയത്ത് നാടകം തുടങ്ങുന്ന സമയത്ത് നമ്മൾ പോയിരുന്നു. അന്നും ഇന്നും അതെ, പോയിട്ട് ഈ ചാടിക്കളിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഗാനമേള കാണാൻ പോയാലടക്കം നമ്മളൊരു ഭാഗത്ത് പോയിരിക്കുള്ളൂ. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് ഞാൻ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ അത് ആദ്യത്തെ കണ്ടുമുട്ടലെന്ന് പറയാൻ പറ്റൂല ശരിക്കും. അതിന് മുമ്പ് ഞാൻ അവിടുന്ന് ഇവിടുന്ന് കണ്ടിട്ടുണ്ട്, എവിടുന്നെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പം ഭയങ്കര പിന്നെ പരിചയമുള്ളൊരു പിന്നെ ആൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണ പോലെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ 1-2 പേര് അതിലുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ അവരുടെ ഇടയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കലപല. അപ്പോൾ നമ്മുടെ തത്തമ്മയുടെ കരച്ചിൽ കേൾക്കുന്നില്ലേ, അതുപോലെ ഭയങ്കര സംസാരവും കഥ പറയണു, ചിരിക്കണു, എന്തൊക്കെയോ ഭയങ്കര സംഭവങ്ങൾ. അപ്പോൾ ഞാനതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് എനിക്ക് നേരെ മുന്നിൽ ഇങ്ങനെ കാണാം, അപ്പുറത്ത് ഇങ്ങനെ കാണാം, ഇരുന്നിങ്ങനെ സംസാരിക്കണം. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റേജിലേക്ക് ഇങ്ങനെ നോക്കും, നടൻ തുടങ്ങാനാവണേ ഉള്ളൂ. കട്ടൻ താന്ന് കിടക്കുകയാണ്, ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ. അതെ. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടോ നോക്കും, അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ടോ നോക്കും. കാരണം ഇത് കവർ ചെയ്തിട്ടാണ്, അപ്പുറത്താണ് സ്റ്റേജ്. ഇങ്ങനെ നമ്മൾ നേരെ നോക്കിയാൽ തന്നെ കണ്ടിട്ടും കാര്യമൊന്നുമില്ല, അത് നിർത്തുന്നില്ല. അത് അങ്ങനെയാണ്. അത് ഈ കാക്കക്കൂടത്ത് ഈ കല്ലിട്ട മാതിരി പറഞ്ഞ പോലെ അങ്ങനെയാണ്. എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഭയങ്കര സംസാരം. അപ്പോൾ പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അറിയണത് അത് അമ്മായി ഉണ്ട്, അതിൽ അമ്മായിയുടെ മോളുണ്ട്, അങ്ങനെ അവരുടെ ഫാമിലി, പിന്നെ അവിടെ പിന്നെ അമ്മ വീട്ടിലത്തെ ആളുകളെല്ലാവരും ഉണ്ട്, ലേഡീസ്, ജെൻസൊക്കെ അവിടെ വേറെ എവിടെയൊക്കെയാണ് തോന്നുന്നു, കുട്ടികളാണ്. അപ്പോൾ ഭയങ്കര സംസാരം. അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു, ഇതിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു. ഇഷ്ടമായിട്ടോ എനിക്ക്. കാരണം ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ എനിക്ക് ഇഷ്ടമായി ആളെ. കാരണം ഭയങ്കര സംസാരവും പിന്നെ അതുപോലെ കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. നല്ല ആണ്. അപ്പോൾ ആയിരുന്നു പറഞ്ഞാൽ എനിക്കിന്ന് ചോറിട്ടില്ല. അപ്പോൾ ആയിരുന്നല്ല ആണ്. അപ്പോൾ പിന്നെ നല്ല പിന്നെ സംസാരത്തോടെ കൂടെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതൊക്കെ അവിടെ കഴിഞ്ഞു. പിന്നെ
സംസാരം ഒന്നുമില്ല. ഞാൻ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. അവൾ എന്നെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല, എന്നെ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് കണ്ടു, ശ്രദ്ധിച്ചു, ഇഷ്ടപ്പെട്ടു. ഒരു വൺ വേ ലൈന്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വർഷങ്ങൾക്ക് ശേഷമല്ല, അതിൻ്റെ ഇടയിൽ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുളത്തൂരിൽ നിന്ന് ഇടയ്ക്ക് റോട്ടിൽ കൂടെ പോകണമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതിനാണല്ലോ ഞാൻ അന്ന് അവിടെ കണ്ടെന്നുള്ളത് ചിന്തിക്കുന്നല്ലാതെ നമുക്ക് പറയണമെന്ന് പറഞ്ഞുള്ള ഒരു ഇതില്ല അന്ന്. പേടിയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അങ്ങനെ സംസാരിച്ചൊരു ശീലമല്ല. നമ്മൾ അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ വളർന്നു വന്നതാണ്. അത് നമ്മുടെ ലൈഫിനെ കുറിച്ചിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറയാം എന്താണ് അതിനുള്ള കാരണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ മെഡിക്കൽ ക്യാമ്പാണ് അല്ലേ. മെഡിക്കൽ ക്യാമ്പിൽ ഞാനന്ന് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതിൻ്റെ ഒരു മെഡിക്കൽ ക്യാമ്പ്. ഞാൻ +1 പഠിക്കും. +1 പഠിക്കുകയാണ് ഞാനന്ന്. അന്ന് ഞങ്ങൾക്ക് ഒരു സർവേ ഉണ്ടായിരുന്നു, പഞ്ചായത്തിന്റെ ഒരു സർവേ ഉണ്ടായിരുന്നു, ഭൂപട സർവേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സർവേയിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ക്ലാസ് ഞങ്ങൾക്ക് അപ്പുറത്ത് നടത്തുന്നുണ്ട്. ഇവരുടെ ക്ലബിന്റെ ആഭിമുഖ്യത്തില് പിന്നെ ഇതിലെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. അപ്പൊ ഞങ്ങളവിടെ സൗജന്യമായിട്ട് മറ്റേ രക്തം ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവം, ലാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് നിർണ്ണയവും അതുപോലെ ടെസ്റ്റിംഗ്, വേറെ ടെസ്റ്റുകൾ 1-2 ചെറിയ ടെസ്റ്റുകളൊക്കെ അവിടെ സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പോഴും ഇതുപോലെ 1-2 കുട്ടികളുടെ കൈയും പിടിച്ചുകൊണ്ട് അതിന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്തോ, വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്തോന്ന് പറഞ്ഞു തരുന്നല്ലേ. പക്ഷെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു, എവിടെ ടെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് കാണുന്നത് ചേട്ടനെ ഫസ്റ്റ് കാണുന്നത് പിന്നെ എന്താ ക്ലബിന്റെ സെക്രട്ടറി പ്രസിഡന്റോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അതിനെ കുറിച്ചിട്ട്, ആ മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന ഒരു രംഗമാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ. സ്വാഗത പ്രസംഗവും ഒരു സംസ്കാര സമ്മേളനം ഉണ്ടായിരുന്നു തുടങ്ങുന്നതിന് മുമ്പ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്. പക്ഷെ ജസ്റ്റ് കണ്ടു. അപ്പോൾ അങ്ങനെ എല്ലാവരും മെഡിക്കൽ ക്യാമ്പിൽ ബ്ലഡ് പിന്നെ രക്ത ഗ്രൂപ്പ് നോക്കാൻ വേണ്ടി പോകുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവൻ മുരളി എന്ന് പറയും. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പോയിക്കോ സുനോ പോയിക്കോ, നീ പോയിക്കോ പറഞ്ഞു. ഞാൻ പോയി പേരൊക്കെ രജിസ്റ്റർ ചെയ്തു. ലാസ്റ്റ് അവനോട് ചേട്ടാ ഇങ്ങനെ നോക്കി, എനിക്ക് അറിയില്ലായിരുന്നു അന്ന് ചെറിയ കുട്ടിയിൽ. അവനോട് പറഞ്ഞു വിരലിങ്ങനെ ഞെക്കി പിടിക്കുന്നുണ്ട്, കുത്തും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട പറഞ്ഞു, ഓടി ഞാൻ അവിടെ നിന്ന്. അങ്ങനെ ഫസ്റ്റ് ഞാൻ കാണുന്നത് ചേട്ടായിനെ, ഫസ്റ്റ് ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അത് പിന്നെ അന്ന് ചേട്ടായിക്ക് വേറെ എന്തെങ്കിലും അനുഭവം ഉണ്ടായോ എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് കാണുന്നത് അങ്ങനെയാണ്. അവിടെ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു, അന്ന് എന്തോ പറഞ്ഞു, അത്ര മാത്രം. അത് എല്ലാവരും പറയൂല, അങ്ങനെ മാത്രം. അല്ലാതെ ഞങ്ങൾ അപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. അതിനുശേഷം അന്ന് ഞാൻ +1 പഠിക്കുന്നത്. അതും കഴിഞ്ഞ് ഞാൻ +2 സമയത്ത് ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും ഫസ്റ്റിലെ +1 +2 ബാച്ച് ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് +1 വെറും 11 കുട്ടികളാണുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ബാച്ച് അടിച്ച് പൊളിച്ച് പോകുന്നതിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ ജൂനിയേഴ്സായിട്ട് ഇവരുടെയൊക്കെ രംഗപ്രവേശം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നെക്കാളും ചെറുതാണ്, ഞാൻ തള്ളയാണ് വിചാരിക്കുന്നുണ്ടാവും. അല്ല, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ 2 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷമാണ് തോന്നുന്നു ഞാൻ +1 ചേരാൻ ചെല്ലുന്നത്. കാരണം അന്ന് ഈ സിനിമ സീരിയൽ തലക്കി പിടിച്ചിട്ട് നേരെ അതിൻ്റെ പുറകിലായിരുന്നു. അങ്ങനെ പോയി 1-2 വർക്കൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ പറഞ്ഞു, അവരൊക്കെ അന്നത്തെ കാലത്ത് +2 കഴിഞ്ഞവരും മിനിമം +2 കഴിഞ്ഞവരേ ഉള്ളൂ. അതിൽ 10ാം ക്ലാസ്സുകാരൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നുള്ളതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും +2 കഴിഞ്ഞവർ. അപ്പോൾ നമ്മുടെ ഡയറക്ടറും പറഞ്ഞു, പിന്നെ നീ എങ്ങനെയും പോയിട്ട് +2 ചെയ്യുക, എന്നിട്ട് നമുക്ക് നോക്കാം, അത് കഴിഞ്ഞിട്ട് പോകാം, കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല, പക്ഷേ ആ ഒരു ഇതുണ്ടായിക്കോട്ടെ, അതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് അങ്ങോട്ട് പോകുന്നത്. ആ വർക്ക് കഴിയും ചെയ്തു. അപ്പോൾ ആ വർക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോരും ചെയ്തു. അങ്ങനെ വന്നിട്ടാണ് പിന്നെ +1 ചേരുന്നത്. അങ്ങനെ +1 ചേരുന്ന സമയത്ത് പിന്നെ അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ സീനിയേഴ്സായിട്ട് വരാനുള്ളത്. അതിൻ്റെ ഇടയിലും കണ്ടു ഞാൻ ആ മുഖം. അത് എങ്ങനെ ഞാൻ എന്താ വെച്ചാൽ ഒന്നാമത് ഈ 2 വർഷത്തെ ലേറ്റ് ആയിട്ടാണല്ലോ ഞാൻ ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികളുടെയൊക്കെ അനിയന്മാരും അനിയത്തിമാരുമാണ് അവിടെ എൻ്റെ കൂടെ പഠിക്കുന്നത്. വീണ്ടും എൻ്റെ ക്ലാസ്സിലുള്ളത്. എനിക്കത് ഭയങ്കര ഒരു പിന്നെ എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അയ്യോ ഞാനെന്താ ഇവരുടെ ഇടയിൽ അങ്ങനെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം എങ്ങനെ ഇവരെ ഫേസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഒരു ഒതുങ്ങി കൂടിയ എല്ലാ ബോയ്സും അവിടെ ആ ഗ്രൗണ്ടിൽ കിടന്ന് ആടി തിമിർക്കാവും. അപ്പോൾ ഒരു നമ്മുടെ സ്കൂൾ വരാന്ത അറിയാമല്ലോ, ആ സ്കൂൾ വരാന്തയിൽ ഒരു ഇങ്ങനെ പില്ലറായിട്ടുണ്ടാവും. അപ്പോൾ ഒരു പില്ലറിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് മറ്റുള്ള കുട്ടികൾ കളിക്കുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഞാൻ വീണ്ടും അങ്ങനെയാണ് ഞാൻ നോട്ട് ചെയ്യണത്. അന്ന് ജസ്റ്റ് കണ്ടതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ നോട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. എപ്പോഴും ഇവരുടെ കൂടെ ഒരാളും കൂടി ഉണ്ടാവും, അവരുടെ കൂടെ പഠിക്കുന്ന ഒരു പയ്യനും കൂടി ഉണ്ടാവും. അവനും ഇവരും കൂടിയിട്ട് ഇങ്ങനെ എപ്പോഴും ആ ഒരു പില്ലറിൽ പിടിച്ചിങ്ങനെ നിൽക്കുന്നത്. എൻ്റെ ഒരു ശോകം, ഭയങ്കര ശോകമായിരുന്നു. അതേപോലെ തന്നെ വലിയ സംസാരവും കാര്യങ്ങളും. പക്ഷെ ചിരി
പൊളിച്ചു മുത്തേ. ആ ചിരി ഭയങ്കര, എപ്പോഴെങ്കിലും ചിരിക്കുള്ളൂ. അത് എന്താ പറയാ, വേഴാമ്പല് മഴ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ ചിരിയാണ്. പക്ഷെ അത് അടിപൊളി ചിരിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആള്. ശരിയാണ് പ്രശ്നം. അതെന്താ അറിയോ, അന്ന് നടന്നെങ്കിൽ നല്ല തുറന്ന് ചിരിക്കായിരുന്നു. അതായത് ഒരു ചിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ആ ചിരിച്ച് തീരാൻ ഒരു ലെങ്ത് ഉണ്ടായിന്. ആ ലെങ്ത് തീർന്നാലേ എൻ്റെ ചിരി നിൽക്കുള്ളൂ. അതിനിപ്പോൾ എന്ത് സംഭവമാണെങ്കിലും ശരിയും ഒരു എന്നൊരു ചിരിയുണ്ട്. അതിപ്പോൾ എനിക്ക് ആ ചിരി ചിരിക്കാൻ കഴിയുന്നില്ല, വരുന്നില്ല. എന്നാൽ എനിക്ക് അപ്പോഴേക്കും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ചിരിക്കുമ്പോഴേക്കും അതാണ് ഉള്ളിൽ നിന്നൊരു വലിവാണ്. കാരണം പിന്നെ അപ്പോഴേക്കും ഞാൻ വീണ്ടും എൻ്റെ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ ചിരി ഉൾവലിയും, അതാണ് സംഭവം. എന്നാലും ഇടയ്ക്കൊക്കെ ചിരി വരാറുണ്ട്, കംപ്ലീറ്റ് ആവാറില്ല. ആ ഒരു 100% എത്തില്ല, ഒരു 65-70 വെച്ച് നിൽക്കും അത്. അപ്പോൾ പിന്നെ പറഞ്ഞു വന്നത് അവിടുന്ന് രണ്ടാമത് കണ്ടു. രണ്ടാമതല്ല, മൂന്നാമതോ നാലാമതോ ആയിട്ടാണ് അവിടുന്ന് കാണുന്നത്. അപ്പോൾ അവിടുന്ന് കണ്ട് പിന്നെ അപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എൻ്റെ സങ്കല്പം അതായിരുന്നു ഞാൻ അവിടുന്ന് കണ്ടത്. കാരണം ആ ഒരു ഗുണ്ടുമുളക്, അതായത് ഒരു വെള്ള പട്ടുപാവാട, അതിന് പച്ചക്കരയായിരുന്നോ, മെറൂണ്, പിന്നെ അതുപോലെ മെറൂണ് ബ്ലൗസും, അതും ജമ്പർ, അതും പിന്നെ പട്ട്. അപ്പോൾ അതിങ്ങനെ ഇട്ടിട്ട് ആ ഒരു ഉണ്ട കൈ, ഒരു ചരട് കെട്ടിയിട്ടുള്ളൊരു കൈ, പിന്നെ നല്ല ഉണ്ട മുഖം, ഉണ്ട കവള്, അതൊക്കെ ഇരുന്ന് എൻ്റെ സങ്കല്പം എന്ന് പറയുന്നത്. ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, ഇതാണ് അത് തീരുമാനിച്ചു ഞാൻ. പക്ഷെ എനിക്കത് പറയാൻ ഉള്ളൊരു ത്രാണില്ലായിരുന്നു, എനിക്ക് ശക്തി ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അവിടുന്ന് ഇവിടുന്നൊക്കെ കാണും. പിന്നെ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ വേറെ ഏതെങ്കിലും പെൺകുട്ടികളോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമൊക്കെ ആവും ചിലപ്പോൾ. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ക്ലാസ്സിൽ എന്നെ എല്ലാവരും ബാബുട്ട എന്നാണ് വിളിക്കുക. കാരണം ഞാൻ അവരെക്കാട്ടിലൊക്കെ മൂത്തതാണ്, 2 വയസ്സിന് മൂത്താണ് എല്ലാ കുട്ടികളും, 2-3 വയസ്സിനൊക്കെ മൂത്തവരാണ്. അപ്പോൾ അവരൊക്കെ എന്നെ ബാബുട്ട എന്നാണ് വിളിക്കുക. ചില ടീച്ചേഴ്സടക്കം ബാബുട്ടനോ എന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു ക്ലാസ്സിൽ. അപ്പോൾ എന്താ എല്ലാവരും ബാബുട്ട വിളിച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഈ പെൺകുട്ടികളോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതിലെങ്ങനെ വരും. അപ്പോൾ എനിക്ക് പറയില്ലല്ലോ, നമ്മളങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോവുകയൊക്കെ ചെയ്യും. ഒരു ദേഷ്യം, നമ്മൾ വേറെല്ലാവരോട് സംസാരിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോകും. അപ്പോഴൊന്നും എനിക്കതൊന്നും മനസ്സിലായതൊന്നുമില്ല. പിന്നെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ, ഒരു ഡിസംബർ 19, ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. പക്ഷെ അതിന്റെ മുമ്പ് ഞാൻ ഇന്നെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങള് ഈ ഒറ്റ ബാച്ചിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾക്ക് കുടിവെള്ളം ഒന്നും കിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ ടീച്ചർ, ഞങ്ങളുടെ പ്രിൻസിപ്പാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പിന്നെ പൈസ കളക്ട് ചെയ്തിട്ടൊരു ബക്കറ്റും കപ്പും അതുപോലെ അതിനൊരു അടപ്പൊക്കെ വാങ്ങിച്ചിട്ട് അപ്പുറത്ത് തൊടി പോയിട്ട് വേണം നമുക്ക് വെള്ളം കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ വെള്ളം നിങ്ങൾ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചോളൂ, ഇടയ്ക്കിടയ്ക്ക് പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്നും ഒരു ടീമാണ്, ആകെ 8 പെൺകുട്ടികളാണുള്ളത്. അപ്പോൾ ഈ രണ്ടാൾ വീതം വെച്ചിട്ടാണ് ഞങ്ങൾ വെള്ളം കൊണ്ടുപോകുക. അങ്ങനെ വെള്ളം എടുക്കാൻ പോകുന്ന ഇൻ്റർവെല്ലിനാണല്ലോ പോവുക. ഇൻ്റർവെല്ലിന് വെള്ളം എടുക്കാൻ പോകുമ്പോൾ അപ്പോൾ ഇവരും അങ്ങോട്ട് വരും. ഇവരുടെ കൂടെ ഒരു പയ്യുണ്ടല്ലോ, ആ പയ്യനും മിക്ക ദിവസവും ഞങ്ങൾ വെള്ളം എടുക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ അവിടേക്ക് വരും. അവിടേക്ക് വരുന്ന സമയത്ത് അന്ന് ക്രിക്കറ്റും ഇതൊക്കെ കളി ടി വിയിലുണ്ടാവും. അപ്പോൾ ഇവരുടെ കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ്റെ വീട് അവിടെ തൊട്ടടുത്താണ്. അപ്പോൾ എല്ലാ ആൺകുട്ടികളും ഈ ഉച്ചത്തെ ഇൻ്റർവെല്ലിനാണെങ്കിലും ഈ 10 മണിക്കുള്ള ഇൻ്റർവെല്ലിനാണെങ്കിലും ഒക്കെ അവരെന്ത് ചെയ്യും, കളി കാണാൻ പോകും. ആ സമയത്ത് ഇവരോട് ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി ചോദിച്ചു, അങ്ങക്കൊന്നും ക്രിക്കറ്റൊന്നും കളിയില്ലേ, നിങ്ങളെന്താ അതിനൊന്നും പോവാത്തേന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടായിൻ്റെ കൂടെയുള്ള അവൻ പറഞ്ഞു, ഇവൻ്റെ ക്രിക്കറ്റ് ഇവിടെ അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിങ്ങനെ എന്തോ പോലെ തോന്നിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ കാണാനാണോ വരുന്നത് എന്നുള്ള ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായി, എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇയാളാണെങ്കിൽ ഒന്നും പറയണില്ല, അങ്ങനെ ഒരു സാധനം, ആരോടും വിടൂല, ഒന്നുമില്ല അങ്ങനെ. അപ്പം ഞാനത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു. പക്ഷെ അവളത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല, അവളത് പറയുകയൊന്നും ചെയ്തില്ല. പിന്നെന്താ ഉണ്ടായത്, അന്നെന്താ പറയുക, അന്ന് ഇത് തുറന്ന് പറയാൻ ഒരു മടിയായിരുന്നു. കാരണം ഞാനന്ന് ചെറുതായിട്ടൊക്കെ രാഷ്ട്രീയത്തിലുണ്ട്, അതുപോലെ ഒരു ക്ലബിൻ്റെ പ്രസിഡൻറ്റുമാണ്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റാറ്റസ് ഉണ്ട് സമൂഹത്തിൽ. അപ്പോൾ നമുക്ക് ഒരു സോഷ്യൽ വർക്കർ എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അഥവാ ഒരു കുട്ടീനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് അത് അവർ നമ്മൾ വിചാരിക്കുന്ന പോലെ എടുത്തിട്ടില്ലെങ്കിൽ അതൊരു നാണക്കേട്, വല്ലാത്തൊരു നാണക്കേടാവും, ചീത്തപ്പേരോ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നൊരു പ്രായമാണ് അന്ന്. അപ്പോൾ ഞാനങ്ങനെ ഇരിക്കുകയാണ്, അന്ന് ആ വെള്ളിയാഴ്ച ദിവസം അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഉച്ചയ്ക്ക്. അപ്പോൾ മുസ്ലിം കുട്ടികളൊക്കെ പള്ളിയിൽ പോയിരുന്നു, പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികൾ ഫുള്ള് പള്ളിയിൽ പോയിരുന്നു. പിന്നെ ആൺകുട്ടികളിൽ ഹിന്ദു കുട്ടികൾ 2-3 പേരേ ഉള്ളൂ, അവർ പിന്നെ അപ്പുറത്തൊക്കെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ തനിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്ലസ് 1 ക്ലാസ്സാണ് ഞങ്ങളുടെ ക്ലാസ്, ഇവർ +2 അപ്പുറത്ത് സീനിയേഴ്സ് അല്ലേ. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരാളുകൾ വന്നു, ഒരു പെൺകുട്ടി, പേര് പറയുന്നില്ല. അതെ. അപ്പോൾ ആ കുട്ടി വന്നിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് പിന്നെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ ചോദിച്ചു. അല്ല, ഞാൻ പറഞ്ഞു, ആരും ഇഷ്ടം,
അല്ല നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല, എന്തേ? എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടല്ലോ പറഞ്ഞു. ആരാണ് ചോദിച്ചു. യെസ് വെച്ചിട്ടാണ് പറഞ്ഞു. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ പിന്നെ 2-3 പേരുണ്ട് യെസ്. ഞാൻ വേറെ കുട്ടിയുടെ പേരാ ചോദിച്ചത്. അവളാണോ ചോദിച്ചത്? അല്ല പറഞ്ഞു. ഇഷ്ടം ചോദിച്ചതുണ്ടോ? എന്താ വെച്ചാല് ഇവള് എന്നെ അങ്ങനെ ശ്രദ്ധിക്കുന്നത് ഞാൻ കാണുന്നില്ല. എന്നാൽ മറ്റേ ഞാൻ ചോദിച്ച കുട്ടി ഉണ്ടല്ലോ, അവൾ എന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു പരിചയമുള്ളൂ. പിന്നെ അതുമല്ല, ആ കുട്ടീനെ ഞാൻ അവിടെ +1 വരുന്നതിന് മുമ്പും ഞങ്ങളുടെ അങ്ങാടിയിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ്. കാണുമ്പോഴൊക്കെ ആ കുട്ടീനെ നോക്കുക. അവൾ +1 കാണുന്നതിന് മുമ്പും ഞാൻ കാണാറുണ്ട്, അവൾ എന്നെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അതാണ് എൻ്റെ മനസ്സിൽ അതാണ് തോന്നുന്നത്. ഞാൻ ചോദിച്ചു പിന്നെ അവളാണോ ചോദിച്ചു. ഇവള് പറഞ്ഞു അല്ല. പിന്നെ ആരാ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇവളെ പേര് പറഞ്ഞു. അത് ശരി, ആയിക്കോട്ടെ, എന്നിട്ട് ഇഷ്ടമാണോ ചോദിച്ചിട്ടുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറയാന്നാ പറഞ്ഞു. അല്ല, അങ്ങനെയല്ല, ചേട്ടായി മറന്നുപോയി. എൻ്റെ ഫ്രണ്ട് പോയിട്ട് പറഞ്ഞു ചേട്ടായിയോട് ഇങ്ങനെ ഒരു പിന്നെ സ്നേഹം, ഒരു ഇഷ്ടം ഉണ്ട്, ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് നിന്നോട് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എസ് വെച്ചിട്ടാണ് പേര് എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായി ആദ്യം ഈ പേര് ചോദിച്ചിട്ടില്ല. ആദ്യം ചേട്ടായി ചോദിച്ചു പിന്നെ ഞാൻ ഒരാളെ വിചാരിക്കുന്നുണ്ട്, എസ് വെച്ച് തുടങ്ങുന്ന പേരിൽ ഞാൻ ഒരാളെ വിചാരിക്കുന്നുണ്ട്, ആ ആളാണെങ്കിൽ എനിക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞു. അതിന്റെ ശേഷമാണ് ഇന്ന ആളാണോ എന്ന് ചോദിച്ചത്. അപ്പൊ അവൾ പറഞ്ഞു ഇന്ന ആളല്ല, ഞാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, ആ ആൾ തന്നെയാണ് ഞാനും വിചാരിച്ചത് എന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ആദ്യമായിട്ട് തുറന്ന് പറഞ്ഞ ആള് ഞാനാണ്. എല്ലായിടത്തും ചെക്കന്മാർ പിന്നാലെ നടന്നു, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയാവും. പക്ഷെ ഞങ്ങളുടെ നേരെ തിരിച്ചാണ്, ഞാനായിട്ട് തെരഞ്ഞെടുത്തതാണ്. അവളാണ് പിന്നെ പറഞ്ഞു വിട്ടത്. കാരണം എനിക്കറിയാം ചേട്ടായി അതിൻ്റെ അടുത്ത് പറയില്ല, ഒരിക്കലും പറയില്ല, ആ നൃത്തം അവിടെ അങ്ങനെ നിൽക്കുന്നു. പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഒരു ഇവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ ഏകദേശം ഇപ്പോൾ പിന്നെ എനിക്ക് അറിയായിരുന്നു കേട്ടോ. അപ്പോൾ അറിഞ്ഞു. പിന്നെ ഞാൻ ഈ ഒരു സംഭവം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നതിന് മുമ്പ് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ അനിയത്തി ഉണ്ട്, ഇവരുടെ അനിയത്തിൻ്റെ പേര് ചോദിച്ചിട്ട് അനിയത്തിയുടെ അവളുടെ ഏട്ടനാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഒന്നുകൂടി എന്ത് ചെയ്തത്, എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞത് എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞത്. കാരണം അപ്പോഴേക്കും എനിക്ക് ഇവരുടെ ലൈഫൊക്കെ കുറേ അറിയായിരുന്നു. അനിയത്തി ഇവിടെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരാളെ അന്ന് 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാനും ചേട്ടായുടെ അനിയത്തിയും തമ്മിൽ പിരിയുന്നത്. അവൾ വേറൊരു സ്ഥലത്തേക്ക് പോയി, ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പഠിക്കാൻ പോയി. അന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ അമ്മയുടെ കൂടെ പോവുകയാണ്. ഇവരുടെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണ് കേട്ടോ. അതൊക്കെ ഞങ്ങൾ പിന്നീട് പറയാം, പറയാം ഞങ്ങൾ. അപ്പോൾ അന്ന് അവൾ അമ്മേൻ്റെ കൂടെ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഉണ്ണിയേട്ടൻ, ഉണ്ണിന്നാണ് ഇവരുടെ വീട്ടിൽ വിളിക്കുക. അപ്പോൾ എൻ്റെ ഉണ്ണിയേട്ടനെ ഈ എടുത്തോളോണ്ട്, എൻ്റെ ഉണ്ണിയേട്ടൻ പാവാണെന്ന് ഒരു വാക്ക് അവൾ അന്ന് എന്തോ അവളുടെ നാവുമ്പിൽ അപ്പോൾ വന്ന് പോയതായിരിക്കാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവം കരുതി വെച്ചിട്ടുണ്ടായിരിക്കാം എനിക്ക് ഈ മുതലിനെ. അങ്ങനെ അത് അപ്പം അവളുടെ ഏട്ടനും കൂടിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു എന്തോ ഒരു പിന്നെ ഇവരുടെ എന്താ അറിയോ, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലൊക്കെ വളർന്നു വന്നാണെങ്കിലും യാതൊരു ദുശീലങ്ങളും ഇല്ലാത്ത, ഇപ്പോഴത്തെ ചെക്കന്മാരുടെ പിന്നെ എന്താ പറയുക കുതിരകളിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു കെയറിങ്, എപ്പോഴും പെൺകുട്ടികളൊക്കെ നല്ല കെയർ ചെയ്ത് കൊണ്ടുപോകണം. അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ നല്ല കെയറിങ്, അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ നമുക്കൊക്കെ അതാണല്ലോ ആവശ്യം, നമുക്ക് എപ്പോഴും ആഗ്രഹിക്കുന്നത്. പിന്നെ എനിക്കും ഒരു ഏട്ടനില്ല, അപ്പോൾ ഒരു ഏട്ടനും കൂടി ആവും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനത് പറഞ്ഞു. പ്രതീക്ഷ തെറ്റിയിട്ടില്ല കേട്ടോ, പ്രതീക്ഷയിലാണെന്ന് പറയുമ്പോൾ അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെയാണ് ഞാൻ ഇഷ്ടം തുറന്നു പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഇഷ്ടം ഒരിക്കലും പുറം ലോകം കാണില്ലായിരുന്നു. എന്നെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും, ചേട്ടായി വേറെ ഏതെങ്കിലുമൊക്കെ ലോകത്തെത്തിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് പ്രണയം തുറന്ന് പറഞ്ഞത്. അതിനുശേഷം പിറ്റേ ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരു ലെറ്ററും 2 മഞ്ചോ അങ്ങനെ എന്തോ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അത് വായിച്ച എന്തൊക്കെയോ, അത് നമുക്കറിയില്ല, സാഹിത്യം കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു തോന്നുന്നില്ലേ. അപ്പോഴേക്കും ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞു പോയി. ഡിസംബർ 19 ഞങ്ങളിത് പറഞ്ഞെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ സ്റ്റഡി ലീവായി. പിന്നെ ഞങ്ങൾ കാണോ വിളിക്കുകയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ എവിടെന്നെങ്കിലൊക്കെ എപ്പോഴെങ്കിലും പൂരപ്പറമ്പുകളെന്നൊക്കെ കാണുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇപ്പോഴത്തെ ഈ ഒരു പ്രണയം പോലെ ഈ ഹാൾ ടിക്കറ്റ് വാങ്ങാൻ പുറത്തിറങ്ങിയ സമയത്തൊക്കെ അന്ന് ഞാൻ ആരുടെ ഒരു സൈക്കിളൊക്കെ വാങ്ങി പിന്നാലെ വന്നിരുന്നു അല്ലേ, വലിയ സൈക്കിളൊക്കെ മേടിച്ചിട്ട് പിന്നാലെ വരവും കാര്യങ്ങളും അങ്ങനെ ജസ്റ്റ് എപ്പോഴെങ്കിലും ഒക്കെ റോഡിലൂടെ പോകുമ്പോൾ കാണുക, അങ്ങനെയൊക്കെ വലിയൊരു കോമഡി ഉണ്ട് റോഡിലൂടെ പോകുമ്പോൾ കാണല്. ഒരു ദിവസം ഇതുപോലെ ഞങ്ങൾ പോകുമ്പോൾ അങ്ങാടിയിൽ നിന്ന് ഞാൻ വരികയായിരുന്നു. ഞാൻ അന്ന് +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഉച്ചയ്ക്ക് വരും, ഉച്ച വരെ ആയിരുന്നു. ഞങ്ങൾക്ക് ഷിഫ്റ്റ് ആയിരുന്നു ക്ലാസ്, 3 ദിവസം ഉച്ചയ്ക്ക് 3 ദിവസം രാവിലെ അങ്ങനെയായിരുന്നു.
അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് വരുന്ന സമയത്ത് ചേട്ടായിനെ അങ്ങാടിയിൽ നിന്ന് കണ്ടു. അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ രണ്ടും രണ്ട് വഴിക്കായിട്ട് ഇങ്ങനെ സംസാരിച്ച് പോവാണ്. റോട്ടിൽ കൂടെ തന്നെ പോണത്. അങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ അച്ഛനുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എന്താ കുളിക്കാനല്ലേ, അച്ഛൻ കുളിക്കാനാണ് അച്ഛൻ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ ആ അച്ഛാ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അന്ന് അച്ഛനും അറിയില്ല ഫ്രണ്ടാണോ ബാക്കാണോ എന്നുള്ളത്. അച്ഛൻ പിന്നെ അങ്ങനെ ഇല്ല കേട്ടോ. അച്ഛൻ അങ്ങനത്തെ ഒരു കടുംപിടുത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ എൻ്റെ അടുത്ത് ആരെന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി പറയുമായിരുന്നു. അന്ന് ആ ചെക്ക് അങ്ങനെ പറഞ്ഞു, ഇതിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ അച്ഛൻ പറയാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. എന്നാലും എൻ്റെ വീട്ടുകാർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിന് ശേഷം എൻ്റെയും +2 ചേട്ടായിയുടെയും +2 കഴിഞ്ഞു. അതിന് ശേഷമാണ് വേറൊരു അടിപൊളി സംഭവം ഉണ്ടായത്. അച്ഛനും അമ്മാവനും കൂടി വന്നത്. അത് അന്നെന്തറിയോ, അന്ന് ഞാൻ പെയിൻറ്റിങ്ങിന് പോകുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ പെയിൻറ്റിങ്ങിനും പോകുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാനും ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ പെയിൻറ്റിങ്ങിനും പോവാണ്. അപ്പോൾ ആ സമയത്ത് ഇവള് വിളിക്കുന്നുണ്ട്. പിന്നെ വിളിച്ചിട്ട് അല്ല ഡിഗ്രിക്ക് പഠിക്കുക, ചേട്ടായി ഡിഗ്രി പഠിക്കുന്നു, ചേട്ടായിയുടെ +2 കഴിഞ്ഞിട്ടുള്ളൂ, റിസൾട്ട് വന്നിട്ടില്ല ആ സമയത്താണ്. അപ്പോൾ പിന്നെ എന്നെ വിളിച്ചിട്ട് ഭയങ്കര നിലയും വിളി. അല്ല അതന്നല്ല, ഇത് അച്ഛൻ റീമാരി ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ട്, നിങ്ങൾ ആദ്യമേ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനോട്. അങ്ങനെ അച്ഛനും അമ്മാവനും കൂടി ചോദിക്കാൻ വന്ന ഫസ്റ്റ്. ഞാൻ നിലയും വിളി കൂട്ടുന്നത് എപ്പോഴാണ് പിന്നെയാണ്. ഓക്കെ അങ്ങനെ അത് മാത്രമൊന്നുമല്ല, അതുകൊണ്ടല്ല നിനക്ക് കല്യാണം വന്നു എന്നുള്ള പ്രശ്നം തന്നെയാണ്. നിനക്ക് കല്യാണം വരുന്നുണ്ട് എന്നുള്ള പ്രശ്നം പറഞ്ഞു. നീ കല്യാണം വരുന്നുണ്ട്, അത് എന്താ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ഇവളുടെയൊക്കെ അവിടെ ഭാഗത്തുള്ള ആളാണ്. അപ്പോൾ ആളുടെ അവിടെയാണ് വന്ന് ചോദിക്കുക ഏതാണ് വീട്, പിന്നെ ആളുടെ വീട് ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അതിനെ കല്യാണം കഴിച്ച് കൊടുക്കുന്നാവോ എന്നൊക്കെ അവിടെയാണ് വന്ന് ചോദിക്കുക. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, അത് ഞാൻ ഉറപ്പിച്ച് വെച്ചാണ്, അത് കല്യാണം ഉണ്ടാവില്ല, ഞങ്ങൾ തന്നെയാണ് കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അത് അവിടെ പിന്നെ എന്ത് വേലി കിട്ടി. പിന്നെ ഇനി ആരും അങ്ങോട്ട് പോകില്ല, ആദ്യമേ ആരും അങ്ങോട്ട് പോകില്ല, തീരുമാനമായി. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ അപ്പോഴേക്കൊരു കല്യാണവും എനിക്കൊരു കല്യാണാലോചന അച്ഛൻ. അപ്പോൾ എന്ന് വെച്ചാൽ വീട്ടിൽ ഏട്ടനും അടുത്തമ്മയൊക്കെ വേറെ പോയ സമയമാണ്. അപ്പോൾ അതിൽ ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വീട്ടിൽ കാര്യങ്ങളും ചെയ്യണമെന്ന് ആരുമില്ല. ഞാൻ പഠിക്കാൻ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ചോറ് വെച്ചേക്കും, അച്ഛൻ വന്നിട്ട് കറി വെക്കും, അങ്ങനെയൊക്കെയാണ്. നമ്മൾ പഠിച്ച് കറികളൊക്കെ വെക്കുകയൊക്കെ ചെയ്യും, പക്ഷേ അച്ഛനാണ് അതിന് മെയിനായിട്ടുള്ള ആൾ. അങ്ങനെ അന്ന് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കില്ല അച്ഛാ, +2 അല്ലേ, ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്ത് വർത്താനം പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു വരുമാനമൊന്നും ഇല്ലാതെ പിന്നെ ശരിയാവില്ല, അതിനൊന്നുള്ളൊരു എനിക്ക് എത്തിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു പിന്നെ വല്ലാതെ അങ്ങനെ നിർബന്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം, കല്യാണം അന്നെന്ന് വെച്ചാൽ ഞാനും അച്ഛനും അത്ര അടുപ്പത്തിലാണ്, എന്തും തുറന്ന് പറയും. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു കുട്ടീനെ ഇഷ്ടമുണ്ടായി, അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ പറഞ്ഞു, ഇവർ തറവാട് പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ നമുക്ക്. പിന്നെ ഞാൻ പറയുന്നത് ഒരു ബുധനാഴ്ച ദിവസമാണ് തോന്നുന്നു. അച്ഛൻ ബുധൻ കഴിഞ്ഞ് വ്യാഴം കഴിഞ്ഞ് വെള്ളിയാഴ്ച അച്ഛന് ഒഴിവ് ലീവുള്ള ദിവസം. അന്ന് അച്ഛൻ പിന്നെ ഒരു അമ്മാവനും ഉണ്ട്. അമ്മാവനെ വിളിച്ചു വരുത്തി അച്ഛനും അമ്മാവനും കൂടെ ഇവിടെ വീട്ടിലേക്ക് ചെല്ലാണ് വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ അന്നെൻ്റെ റിസൾട്ട് അറിഞ്ഞു. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ റിസൾട്ട് അറിഞ്ഞിട്ട് ഞാൻ പാസ്സായിരുന്നു, ഇത്ര മാർക്കുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ ചെന്ന് കയറിയപ്പോൾ അവിടെ ഇവളുടെ അച്ഛനുണ്ട്, അമ്മയുള്ളത്. അവിടുത്തെ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, വെള്ളം എടുക്കാൻ പോയിരുന്നു, അടുത്ത വീട്ടിലേക്ക് വെള്ളം എടുക്കാൻ പോയിരുന്നു. അപ്പോഴാണ് കുഞ്ഞിനെ കാണാൻ ഒരു കൂട്ടർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കല്യാണാലോചനകൾ അന്നൊക്കെ +1 ആകുമ്പോഴേക്കും എന്നെ കല്യാണാലോചന വന്ന് ഇപ്പോൾ കല്യാണം കഴിച്ചോണ്ടോ എന്നുള്ളതിലൊക്കെയല്ലേ. അങ്ങനെ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ വെള്ളം കൂടെ കയറ്റിയിട്ട് വരുന്നു കേട്ടോ. അച്ഛൻ എന്നെ കണ്ട ഉടനെ തന്നെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ആ കുടം കൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. അച്ഛനും അമ്മാവനും പുറത്ത് മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. അച്ഛനോട് പറയാണല്ലോ മോളെ ഉണ്ണി പാസ്സായിട്ടോ, ഉണ്ണിക്ക് എത്രയും മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടില്ല, കാരണം ഉണ്ണി എന്ന് പറഞ്ഞ ഒരാളെ എനിക്ക് അറിയില്ല, അതാണ് എൻ്റെ പോളിസി. ഈ അച്ഛൻ വന്നിട്ട് പറയാം മോളെ ഉണ്ണി പാസ്സായിട്ടോ, ഞാൻ എന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട്, അപ്പോൾ ഇങ്ങനെ കല്യാണം കഴിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ അമ്മോട്. അപ്പോൾ അമ്മ പറഞ്ഞു അച്ഛൻ വന്നിട്ട് പറയട്ടെ, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും അമ്മാവനും അവിടെ നിന്ന് പോയി. കഴിഞ്ഞ് എൻ്റെ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് നടക്കില്ല, അതൊന്നും ശരിയാവില്ല. അച്ഛന് ഈ ആളെ അറിയില്ലായിരുന്നു. ആളാരാന്ന്, ഞങ്ങളുടെ നാട്ടിൽ തന്നെ വേറൊരാളുണ്ട്, അങ്ങനെ കഞ്ചാവൊക്കെ അടിച്ച് അങ്ങനെ നടക്കുന്ന ഒരാളാണ്. അപ്പം എന്നോട് അച്ഛൻ ചോദിച്ചു എന്തിനാടി അണക്കാ കഞ്ചാവിന്, അങ്ങനെ തന്നെ അച്ഛൻ ചോദിച്ചാൽ അച്ഛൻ ആ കഞ്ചാവ് അടിച്ച് പെര കയറാത്ത അച്ഛക്കൻ എന്തിനാടി അണക്കെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇയാൾ കഞ്ചാവ് അടിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതല്ല, വേറെ ഒരാളെയാണ് അച്ഛൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അപ്പോൾ മാമനോടൊക്കെ സംസാരിച്ചപ്പോൾ മാമൻ പറഞ്ഞു പഠിക്കില്ല രണ്ടാളും,
നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം, പഠനം കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്നു. പഠിച്ചു, രണ്ടാളും പഠിച്ചു അല്ലേ. രണ്ടാളുടെയും ഡിഗ്രി കഴിഞ്ഞു. എൻ്റെ ഡിഗ്രി കഴിഞ്ഞൊരു വർഷമായി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപൂർവമായിട്ട് ഇതുപോലെ തന്നെ ഉത്സവങ്ങൾക്ക്, പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കല്യാണങ്ങൾക്ക് അല്ലേ, ഫ്രണ്ട്സിൻ്റെ കല്യാണങ്ങൾക്ക്, അതുപോലെ പിന്നെ അവരുടെ വീട്ടിൽ പെരുന്നാൾ ക്ഷണം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കൊന്നും സ്വന്തമായിട്ട് ഫോണൊന്നും ഇല്ലല്ലോ, ഫോൺ വിളി ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു വിശ്വാസം, ഒരു ഉറപ്പുണ്ടായിരുന്നു. വിളിച്ചാലും പറഞ്ഞാലും വിളിച്ചില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും അത് നമുക്കുള്ളതാണെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ കല്യാണങ്ങളൊന്നും അങ്ങനെ വരും കേട്ടോ. എന്താ വെച്ചാൽ ആൾക്കാർക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പം ഇങ്ങനെ വന്ന് ചേട്ടായി പറഞ്ഞ ചേട്ടായിയുടെ ഫ്രണ്ടിൻ്റെ അവിടെ കടയിൽ വന്ന് അന്വേഷിക്കുമ്പോൾ അവരത് കുറേ മുടക്കി വിട്ടിട്ടുണ്ട്. അവരോടൊക്കെ ഇപ്പോൾ താങ്ക്സ് പറയണം. അന്ന് പറയാൻ പറ്റിയിട്ടില്ല. ആ കുട്ടിയുടെ കല്യാണം ശരിയായിരുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ അങ്ങനെ കല്യാണങ്ങളൊന്നും പറഞ്ഞയക്കില്ല. പക്ഷെ അല്ലാതെ ഇങ്ങനെ ഓരോ കല്യാണങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് വരും. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അന്ന് ഫോണൊന്നുമില്ല, കുറേ ദൂരേക്ക് വേണം ഫോൺ വിളിച്ചത്. അതും എൻ്റെ ഫ്രണ്ടാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട വിളിക്കാൻ. ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ കൊണ്ട് വിളിപ്പിക്കും, എന്നിട്ട് അടുത്ത വീട്ടിലേക്ക് വിളിച്ച് പറയും, അവർ നമുക്ക് വിളിച്ച് പറയും. അങ്ങനെയൊക്കെ ഞങ്ങൾ വിളിച്ചിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ല എനിക്ക് ഫോൺ കിട്ടിയപ്പോൾ. അന്ന് ഏട്ടന് ഫോണില്ല. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഏട്ടൻ എനിക്കൊരു ഫോൺ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റും, ഏട്ടന് ഫോണില്ല. അങ്ങനെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ വിളിക്കുക. അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ വിളിക്കും, സംസാരിക്കും, അങ്ങനെ അത്രമാത്രം. പിന്നെ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷം ഇതുപോലെ ഏട്ടൻ അന്ന് പഠിക്കുകയാണല്ലോ, ഡിഗ്രി ഫൈനൽ ഇയർ ആവും ഏട്ടൻ. ഏട്ടനും ഇതുപോലെ അന്ന് എന്താ പറയുക, ഒരു ഡോക്ടറുടെ വീട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു വൈകിട്ട് അല്ലേ. വൈകിട്ട് ഡോക്ടർ അവിടെ നിൽക്കും. രാവിലെ അവിടെ നിന്ന് എണീറ്റ് ഫസ്റ്റ് ബസ്സിന് നാട്ടിലേക്ക് പോരും. പിന്നെ ഉച്ചയ്ക്കാണ് ഞങ്ങൾക്ക് ക്ലാസ്. ഉച്ചയ്ക്ക് വീണ്ടും പോകും, വീണ്ടും പിന്നെ കോളേജിലേക്ക് പോകും, തിരിച്ചു വരും. അങ്ങനെ ഒരു ലൈഫായിരുന്നു ഏട്ടൻ. പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ആയി അപ്പോഴേക്കും. അപ്പോൾ പിന്നെ ചില സമയത്ത് ഫുഡൊന്നും കിട്ടാത്തൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ആ സമയത്ത് ഞാൻ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് എനിക്കെന്ന് പറഞ്ഞിട്ട് ഫുഡ് എടുത്തിട്ട് ഏട്ടൻ്റെ ഫുഡൊക്കെ കൊണ്ടു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ കാശൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് എനിക്ക് മുമ്പേ ശമ്പളക്കാരിയായി. അപ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ കാര്യമായിട്ട് സഹായിച്ചിരുന്നതും, പിന്നെ അതുപോലെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിരുന്നതൊക്കെ അവളാണ്. പിന്നെ അതുപോലെ എന്താ പറയുക, വീട്ടിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ലെവലായിരുന്നു. അതൊക്കെ നമ്മൾ വേറൊരു ഇതിൽ പറയാം, നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. അതൊക്കെ എന്താ വെച്ചാൽ ഭയങ്കര ടെൻഷനാണ് ആൾക്ക്. അപ്പോൾ ആ ടെൻഷനൊന്ന് ഒഴിവാക്കിയിട്ട് ഞാനിങ്ങനെ കൂട്ടിപ്പിടിച്ചിങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ പിന്നെ ചേട്ടായിയുടെ ഡിഗ്രി കഴിഞ്ഞു. ആ സമയത്താണ്, അപ്പോൾ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഞാനിതുപോലെ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കമ്പ്യൂട്ടർ കോഴ്സും ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ. അത് കഴിഞ്ഞ് ആ കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം അല്ലേ, ഒരു 1.5 വർഷത്തോളമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ വീട്ടിൽ വീണ്ടും അച്ഛൻ്റെ അടുത്ത് ഒരു ദിവസം പെട്ടെന്ന് പിന്നെ സഡനായിട്ട് തലേന്ന് രാത്രി വന്നിട്ട് പറഞ്ഞു, നാളെ നീ പിന്നെ ക്ലാസ്സിനൊന്നും പോകണ്ട കേട്ടോ, നാളെ ഒരു കുട്ടി നിന്നെ കാണാൻ വരുന്നുണ്ട്, കല്യാണം പെട്ടെന്ന് നടത്തണം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ. ഞാൻ പിന്നെ അത്രയും കാലം നമുക്ക് ഇത് ഇവിടെ നിന്ന് ഒരു പ്രതിബന്ധങ്ങളൊന്നുമില്ല, എന്നല്ലെങ്കിൽ നാളെ ഇത് നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പാരൻസ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ടെൻഷനല്ലേ. അപ്പം ഞാനിങ്ങനെ സങ്കടമായി, ഭയങ്കര സങ്കടമായി. അപ്പം അച്ഛനോടൊന്നും ഞാൻ എതിർത്ത് പറയില്ല കേട്ടോ. എനിക്ക് പേടിയാണ്. പിന്നെ അച്ഛനോട് ഞാൻ ഒന്നും എതിർത്ത് പറയാറില്ല, എപ്പോഴും പറയാറില്ല. അപ്പോൾ എന്താ പറയുക, അമ്മോട് ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങനെ ചെയ്യണ്ട, എനിക്ക് ഇതന്നെ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ എന്താ ചെയ്യാക്കൊന്നും പറയാൻ പറ്റില്ല, അച്ഛൻ പറയണ പോലെ ഉള്ളൂ നടക്കുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയില്ല, എൻ്റെ കൈ വിട്ട് പോവുകയാണ് എന്നൊരു സംശയം എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ വലിയ അമ്മായിനെ ഫോൺ വിളിച്ചു. വലിയ അമ്മായിക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ അത് അറിയാം. വലിയ അമ്മായിനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇവിടെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ നോക്കണ്ട, ഞാനിവരുടെ കൂടെ പോകുന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാവില്ല പറഞ്ഞു. ഞാൻ അങ്ങനൊരു സംഭവം തീരുമാനിച്ചാൽ ഞാൻ ഉണ്ടാവില്ല, അതുകൊണ്ട് അതിനെന്താ വെച്ചാൽ തീരുമാനം. അപ്പോഴേക്കും എല്ലാവർക്കും അറിയാം, കുറേ പേർക്ക് അറിയാം. എന്നിട്ടും ഇവരൊക്കെ മാറി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമാവില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്നിട്ട് പിന്നെ ചേട്ടായിനെയും വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അവർ കല്യാണം വരുന്നുണ്ട് പറയുന്നത്, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മായിൻ്റെ അടുത്ത് പറഞ്ഞു അത് കുഴപ്പമില്ല, ഞാൻ മാമനോടൊക്കെ പറയട്ടെ, സംസാരിച്ചിട്ട് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടായിനെ വിളിച്ച് വന്നപ്പോൾ ചേട്ടായി പണിസ്ഥലത്താണ്, അപ്പോൾ പെയിൻറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് നോക്കാം, പേടിക്കേണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടായി പക്ഷേ ദുഷ്ടൻ ഇപ്പം എന്നോട് പറയും പിന്നെ അന്ന് നമുക്ക് വേറെ കല്യാണത്തിന് സമ്മതിച്ചുകൂടായിരുന്നു, എന്നപ്പോൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അന്ന് എന്തിനാ എന്നെ വിളിച്ച് പറഞ്ഞത്, എനിക്ക് ആ കല്യാണത്തിന് സമ്മതിച്ചുകൂടായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ എന്തായാലും
വേറെ ആരും വന്നില്ല എന്നല്ല, കാണാനൊന്നും വന്നില്ല. ഞാൻ പക്ഷെ അവിടെ നിന്നില്ല, വീട്ടിൽ നിന്നില്ല കേട്ടോ. തലേദിവസം വന്നിട്ട് അച്ഛൻ പറഞ്ഞു നാളെ ഇങ്ങോട്ട് പോകണ്ടാന്ന്. പക്ഷെ ഞാൻ ജോലിക്ക് പോന്നു, അവർ വരുന്ന വെച്ച് കാത്തൊന്നും നിന്നില്ല. അപ്പം അച്ഛൻ എന്നെ പറ്റിച്ചതായിരുന്നതുകൊണ്ട് ഇവിടെ ഒന്ന് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനെ പറ്റിച്ചതായിരുന്നു. അത് നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ എന്തായാലും അവിടുന്ന് വീട്ടിൽ നിന്ന് ആൾ വന്നു, ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നു. അങ്ങനെ തീരുമാനങ്ങളൊക്കെ ആയി. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒത്തിരി പേര് എൻ്റെ ഫ്രണ്ട്സിൽ പെട്ട ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ഈ കല്യാണത്തിന് നിൽക്കണത്, പിന്നെന്താ പറയുക. അതുപോലെ എൻ്റെ അടുത്ത ഫ്രണ്ട്സ് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് 4ൻ്റെ അന്ന് നിങ്ങൾ തല്ലിപ്പിരിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾ രണ്ടാളും തമ്മിൽ 2 വയസ്സിൻ്റെ മാറ്റമാണുള്ളത്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന്. അപ്പം നമ്മളെ എടാപോടാ ബന്ധാവും. ഏട്ടനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യില്ല. എനിക്കാണെങ്കിൽ കുറച്ച് മുൻചുണ്ടി കൂടുതലുള്ള ആളാണ്. ഞാൻ ടപ്പേന്ന് മറുപടി പറയുന്ന ആളാണ്. ഇല്ല അത് പിന്നെ എന്താ പറയുക, ഏട്ടൻ ഇപ്പം എങ്ങനെയാണോ ഇപ്പോഴത്തെ ഈ സ്വഭാവം ഉണ്ടാവില്ല, ഇതേ സ്വഭാവം തന്നെയായിരുന്നു നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ഒരു പഞ്ചാര അല്ലെങ്കിൽ തേനൊലിപ്പിക്കലൊന്നല്ല, തെറ്റ് കണ്ട എന്താ പറയുക അപ്പോൾ പ്രതികരിക്കുക, അപ്പോൾ ചീത്ത പറയും. അതേപോലെ നല്ലത് കണ്ട അതുപോലെ പറയില്ലേ, അതേ സ്വഭാവമാണ് ഇപ്പോഴും. നമ്മൾ അംഗീകരിക്കേണ്ടടുത്ത് അംഗീകരിക്കുക. അതൊക്കെ ഒരു മാറ്റം ആ സ്വഭാവത്തിൽ നിന്ന് വന്നിട്ടില്ല. ഇപ്പോൾ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ കുറച്ചും കൂടി ഇമോഷണലാണ് ആൾ. അത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പ്രയാസത്തിൻ്റെ ഒക്കെ കാരണം കൊണ്ട് വന്നതാണ്, അല്ലാതെ ഒരു ചേഞ്ചും വന്നിട്ടില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും വന്നില്ല. ഏട്ടൻ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ടാന്ന് തന്നെയാണ്. പിന്നെ ഞാനത് ചോദിക്കില്ല. ഇപ്പോഴും മക്കൾ പോലും എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ അച്ഛനോട് ചോദിക്കുക, എന്നിട്ട് ഇത് പെടപെടാ പറയുന്നു മാത്രം. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ആ ഒരു എന്താ പറയുക മുൻചുണ്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ ആരോടാണെങ്കിലും എതിർത്ത് പറയുമെന്ന് പറഞ്ഞല്ലോ. എന്താ ഞാൻ പറഞ്ഞിരുന്നു വീട്ടിൽ നിന്ന് പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ 4ൻ്റെ അന്ന് തെറ്റിപ്പോവും, നിങ്ങൾ പിരിയും, ജീവിതകാലം മുഴുവൻ പോവില്ല എന്നൊക്കെ പറഞ്ഞു. എന്താ പറയുക, ദൈവത്തിൻ്റെ ഇതുകൊണ്ട് 15 വർഷമായി ഞങ്ങളിപ്പോഴും നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്താ പറയുക, ഒരു കുഴപ്പമില്ല. 3 പിള്ളേരുമായി. ഞങ്ങൾക്കുള്ള ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പാളിച്ച പറ്റിയത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു എന്താ പറയുക ബിസിനസ് തകർന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ആ ബിസിനസ്സിലൊന്നും ഇങ്ങോട്ട് ഉയർന്നു തെറ്റുകൊണ്ടല്ല, കൊറോണ സമയത്ത് വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ആ ഒരു തകർച്ചയാണ് ഞങ്ങളെ ഡൗൺ ആക്കിയത്. അതുവരെ അല്ലെങ്കിൽ ഞങ്ങളൊരു കാട്ടിലാണ് മക്കളെ, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നോക്കണം കുറുക്കം വരണ്ടോന്ന്. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ വേറെ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് കല്യാണം കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ എല്ലാം എന്താ പറയുക, ആദ്യം മുതൽ ഒരു പെണ്ണ് കാണാൻ സുഹൃത്തുക്കളെ കൂടെ കൂടിയിട്ട് ഒരു പെണ്ണ് കാണാൻ പോക്ക്. എന്താ വെച്ചാൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂടെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവമല്ല. അപ്പോൾ നമുക്ക് അത് ചടങ്ങ് പോലെ തന്നെ നടക്കട്ടെ. അങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് പോലെ അവർക്കാർക്കും അറിയില്ല, പേഴ്സണലായിട്ട് അറിയില്ല, അവിടെ നിന്ന് കണ്ടിട്ടുണ്ടെന്നല്ലാതെ. പിന്നെ ഞങ്ങൾ ഇവളുടെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞ് പെണ്ണ് കാണാൻ ചെന്നു, പെണ്ണ് കണ്ടു, നിശ്ചയം, അങ്ങനെ എല്ലാ പരിപാടികളൊക്കെ, വളടിക്കലും എല്ലാ പരിപാടികളും. പിന്നെ എന്താ പറയാ, ഈ കല്യാണം നിശ്ചയിച്ചു വെച്ചാൽ പിന്നെ ഉണ്ടാവല്ലോ തിരുവാതിരപ്പണം, അങ്ങനെ എല്ലാ സംഭവങ്ങളും എല്ലാ ചടങ്ങുകളും നടത്തി. കല്യാണവും പിന്നെ നല്ല രീതിയിൽ കല്യാണം നടത്തി. പിന്നെ എന്താ വെച്ചാൽ എല്ലാവരും ഒരുപോലെ പങ്കെടുത്ത് നല്ല അടിപൊളിയായിട്ട് മെയ് 6-ന് ഞങ്ങള് 7:30-യും 8:30-യും ഉള്ളിൽ 7:00 മുഹൂർത്തം എന്ന് പറയുന്നത് 7:30 to 8:30 ഞങ്ങളുടെ കല്യാണ മുഹൂർത്തം ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പൊതുവേ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യില്ല, പൗഡർ പോലും ഞാൻ യൂസ് ചെയ്യില്ല. അവൾ ആ കൂടെ ഉപയോഗിക്കുക, ചിലപ്പോൾ കണ്ണെഴുതും, ചിലപ്പോ നല്ല കണ്ണെന്നും എഴുതും. അതുപോലെ ഈ കാണുന്ന പൊട്ട്, സിന്ദൂരം, ചന്ദനം, അത് മാത്രമാണ് എന്റെ മേക്കപ്പ് എന്ന് പറഞ്ഞത്. കല്യാണത്തിന്റെ അന്നും അത് തന്നെയാണ്. അതിലൊരു കൂടുതൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അന്ന് ഇതുപോലെ എല്ലാവരും നിർബന്ധിച്ചിട്ട് ഒന്ന് ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച മുന്നേ ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഒന്ന് ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണ പെണ്ണല്ലേ വേണമെന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്ന് ചെയ്തത്, അന്ന് രാവിലെ ചേച്ചി പറഞ്ഞു അല്ലാതെ ഒട്ടും പറ്റില്ല ഫെയർ ലവ്ലി തേക്കണം. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമേ ഇല്ല, അത് ചെയ്തിട്ടില്ല ഞാൻ.
എന്നിട്ട് അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി ഒരുങ്ങിയിട്ടാണ് നിൽക്കുന്നത്, സെറ്റ് സാരി കൊടുത്ത് ഒരുങ്ങിയിട്ടാണ് നിൽക്കുന്നത്. 8:20 സമയം, 8:30 മുഹൂർത്തം എന്ന് പറയുന്നത്. മുഹൂർത്തത്തിന്റെ എൻഡാണ് 8:30, 7:30 മുതൽ 8:30 വരെയാണ് മുഹൂർത്തം. അപ്പോൾ 8:20 സമയം. നമ്മളവിടേക്ക് വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഇല്ല അല്ലേ, വണ്ടിയിൽ വരികയാണെങ്കിൽ 10 മിനിറ്റ് ഇല്ല, അത്രയും അടുത്താണ് നമ്മളെ വീട് കേട്ടോ. ഇവർ അങ്ങാടിയിലാണ്, ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്കാണെന്ന് മാത്രം. അപ്പം എൻ്റെ അവൻ്റെ വലിയ മാമ വന്നിട്ട് എന്നോട് വയ്ക്കണേ, അല്ലടി ഒലിഞ്ഞ് പെരൂലേ, കല്യാണം 8:30 മുഹൂർത്തം കഴിയുന്നു. അപ്പയ്ക്കും പേടി, ഭഗവാനെ 8:30 പോലും വന്നില്ലെങ്കിൽ ഞാൻ ഇത്രയും ഉണ്ടാക്കി വെച്ച എൻ്റെ കൊട്ടാരമൊക്കെ തകർന്നടിയൂലേ. അപ്പം എനിക്ക് ടെൻഷനായി, കാരണം പുറപ്പെടിക്കാൻ പോലും ആൾ വന്നില്ല. വെറും 5 മിനിറ്റ് കൊണ്ടാണ് ഞാൻ പുറപ്പെട്ട് മണ്ഡപത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ ഞങ്ങളുടെ കല്യാണ ആൽബത്തിലെ എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ പോലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയണത്. അതിൽ കുറച്ച് മുല്ലപ്പൂ കുറവായിരുന്നു. ഞാൻ ഈ ഏട്ടന് പറഞ്ഞു കൊടുക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് മുല്ലപ്പൂവൊന്നും അങ്ങനെ വാങ്ങിക്കണമെന്നൊന്നും, അങ്ങനെ എത്ര വാങ്ങിക്കണമെന്നൊന്നും അറിയില്ല. ഒരു ഉണ്ട മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്ര തോന്നെ മുടിണ്ടായിട്ടൊന്നുമല്ല, നല്ല കല്യാണപ്പെണ്ണ് എന്ന് പറയുമ്പോൾ കുറച്ചധികം മുല്ലപ്പൂ വേണമല്ലോ. അത് മാത്രമേ ഒരു കുറവായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. വേറെ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് മുതൽ എന്താ പറയുക, ഒരു ജീവിതം തുടങ്ങി. പിന്നെ അതിന്റെ ഇടയിൽ നിശ്ചയം കഴിഞ്ഞിട്ട് പിന്നെ കേസറ്റിലാണെങ്കിൽ ചിരിയോട് ചിരി. അതല്ല, നിശ്ചയത്തിന്റെ അന്ന് വന്നപ്പോൾ ഞങ്ങളുടെ നെയ്ബേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ ചെക്ക ഇവിടെ ഇടയ്ക്ക്, അത് നമ്മുടെ നാട്ടുകാരുടെ ഒരു ശൈലിയാണല്ലോ. നമ്മൾ ഒരാളോട് 2 ദിവസം സംസാരിക്കണം കണ്ടു കഴിഞ്ഞാൽ ഇല്ല, അതൊന്നും കണ്ടിട്ടൊന്നുമല്ല. അന്ന് ഊഹം പറയാ, പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ ഫ്രണ്ട്സും കൂടിയിട്ട്. അല്ലാതെ നമ്മളെ വീട്ടിലേക്ക് വന്നത് എന്താ വെച്ചാൽ, എൻ്റെ കയ്യിലേക്ക് വള, നിശ്ചയത്തിന് വള ഇടുമല്ലോ, ആ വളയുടെ അളവ് മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യമാണ് ഏട്ടൻ ഞങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടുള്ളൂ, അതും എല്ലാവരും ഉണ്ടാവുമ്പോൾ. അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ഒരു താത്ത പറയുകയാണല്ലോ, എന്താ പറയുക, ഈ ചെക്ക ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ കല്യാണം പെട്ടെന്നാണ്, കുംഭത്തിലോ എങ്ങാണ്ടാണ് നിശ്ചയം കഴിഞ്ഞ്, കുംഭം കഴിഞ്ഞ് മേടത്തിൽ ഞങ്ങളെ കല്യാണം ഉണ്ടായിട്ടോ. അപ്പോൾ ആൾക്കാർ പറഞ്ഞിരുന്നു, ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കും, അതുകൊണ്ടാവും പെട്ടെന്ന് കെട്ടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ലവ് മാരേജ് ആണല്ലോ, അങ്ങനെ പലതും മാരേജ് ആണ്. അവർ അങ്ങോട്ട് പോയിട്ടുണ്ടാവും, ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും, അവർ കറക്കം തന്നെ ആയിരുന്നു. അങ്ങനെയൊക്കെ പല കഥകള്. ഈശ്വരനറിയാലോ സത്യം, ഞങ്ങൾ എങ്ങോട്ടും പോയിട്ടില്ല, ഞങ്ങൾ എവിടേക്കും എന്താ പറയുക, ഞങ്ങളായിട്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നറിയാലോ. പക്ഷെ ഞാൻ കല്യാണത്തിന് മുമ്പ് തന്നെ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് കൺസീവ് ആയാൽ മതി. കാരണം ഈ പറയുന്ന ആളുകൾക്കൊക്കെ അറിയാലോ, 10 മാസം കഴിഞ്ഞ് എന്തായാലും പ്രഗ്നൻ്റ് ആയിട്ടാണ് കല്യാണം കഴിഞ്ഞെന്നുണ്ടെങ്കിൽ എന്തായാലും 10 മാസം കഴിഞ്ഞാൽ അറിയാലോ. അത് കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പ്രഗ്നൻ്റ് ആയത്. ഞങ്ങളുടെ പൊന്നൂസ് വന്നു അത് കഴിഞ്ഞിട്ട്. അപ്പോൾ എന്താ, അങ്ങനെ അതും ഒരു ടോക്ക് ഞങ്ങളെ കുറിച്ചുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് അതായത് പ്രണയിച്ച് ഇവള് പ്രഗ്നന്റ് ആയി അങ്ങനെ കുടുങ്ങി പോയതുകൊണ്ടാണ് ഞങ്ങളുടെ കല്യാണം പെട്ടെന്ന് വീട്ടുകാർ നടത്തിയത്. അല്ലെങ്കിൽ കല്യാണം നടക്കൂലായിരുന്നു ഒരിക്കലും. പിന്നെ ആ പെണ്ണിനെ അങ്ങനെ ഒരു ചെക്കൻ കിട്ടൂല, അങ്ങനത്തെ ഒക്കെ പല കഥകൾ. എനിക്കാണെങ്കിലും അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടൂല, അങ്ങനത്തെ ഒക്കെ പല രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ദൈവം പിന്നെ കാണിച്ചു കൊടുത്തു, അതിന്റെ സത്യം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ സുഖത്തിൽ സന്തോഷത്തിൽ ജീവിച്ചു പോവുമായിരുന്നു. അതിനിടയിലാണ് പിന്നെ ഈ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വന്നു. അപ്പൊ എന്തായാലും ഒന്ന് വിട്ടു നിൽക്കുകയാണെന്ന് നല്ലത് തോന്നി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിന്നു. അതിന്റെ കഥയൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ലവ് സ്റ്റോറി എന്ന് പറയുന്നതാണ്. ഇന്നും ആ പ്രണയം അതുപോലെ ഞങ്ങൾ കൊണ്ടു നടക്കുന്നു. ഒരു വീട്ടിലും ഒരു ഭാര്യയും ഭർത്താവും ചിലപ്പോൾ ഞങ്ങളെ മോൾക്ക് പോലും ഞങ്ങളെ ഞങ്ങള് പിന്നെ പ്രണയം കണ്ടാല് അങ്ങനെ നമ്മള് അങ്ങനെ ഇതാക്കാന്നല്ല. പക്ഷെ നമ്മുടെ സ്നേഹം, അവര് നമ്മളെ സ്നേഹം കണ്ടുപിടിക്കണം. അതല്ലാതെ അവരുടെ ഇടയിൽ ഞങ്ങള് അല്ലെങ്കിൽ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തു എന്നല്ല കേട്ടോ പറയുന്നത്. നമ്മുടെ സ്നേഹം, അതായത് ഒരു ഹസ്ബൻഡിന് വൈഫ് കൊടുക്കേണ്ട മതിപ്പും കാര്യങ്ങളും. ഞാൻ എപ്പോഴും ഇവളോട് പറയും, പിന്നെ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് ഒരു അമ്മയാണ്. കുട്ടികളെ നമുക്ക് അവരെ ബ്ലാങ്ക് ആയിട്ടാണ് നമുക്ക് അവരെ കിട്ടുന്നത്. ഞാൻ എപ്പോഴും പറയും, ഇപ്പോൾ ഇന്നലെ ഞാൻ വർക്ക് ചെയ്യുന്ന വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പിന്നെ കാക്കാനോട്, കുട്ടികളെ നമുക്ക് ബ്ലാങ്ക് ആയിട്ടാണ് കിട്ടുന്നത്. ആ കുട്ടികളെ നമ്മളാണ് അവരുടെ സ്വഭാവ രൂപീകരണം നമ്മളുടെ അടുത്താണ്. ഇപ്പോൾ അച്ഛനെ പേടിപ്പിക്കണം, അച്ഛൻ ഭീകരനാണെന്നല്ല, അച്ഛനിൽ അവർക്കൊരു പേടി ഉണ്ടാവണം. അച്ഛനോട് പറയും, അച്ഛൻ അറിഞ്ഞാൽ എന്നുള്ള ആ ഒരു പേടി അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അവർ തെറ്റുകൾ ചെയ്യില്ല. അതുപോലെ തന്നെയാണ് അച്ഛൻ പിന്നെ മക്കളെ അമ്മയ്ക്കും കൊടുക്കേണ്ട റെസ്പെക്ട് എന്താണെന്നുള്ളത് അച്ഛനും പറഞ്ഞു കൊടുക്കണം. അപ്പോഴേ നമുക്ക് നല്ലൊരു സ്വഭാവമുള്ള കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ആരും പറഞ്ഞു തന്നൊന്നുമല്ല, ഞങ്ങൾ കണ്ടെത്തിയ സംഭവങ്ങളാണ്. അത് സത്യമാണത്.
പിന്നെ മറ്റു പലരും മറ്റു വലിയ വലിയ ആളുകൾ പറയുന്നത് പിന്നീട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതാരും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല, ഞങ്ങൾ പിന്നീടാണ് ഇതൊക്കെ കേൾക്കുന്നത്. ഞങ്ങൾ പല കാര്യങ്ങളും ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞങ്ങള് എന്താ പറയാ, ഓരോ ഒന്നാമത്തെ എന്താ വെച്ചാൽ രണ്ടാളും ഒരേ വേവ് ലെങ്ത് ആണ്, അതുകൊണ്ടായിരിക്കാം ചില സംഭവങ്ങളൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അത് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ വീഡിയോയിൽ. ഒരേപോലെ ഞങ്ങൾ ചിന്തിക്കുന്നു. ഒരാളൊരു കാര്യം ചോദിക്കുമ്പോൾ ഒരുപോലെ അതിന് മറുപടി പറയും. ഒരു ടൈമില് കറക്റ്റ് ഒരേ ടൈമിലായിരിക്കും ഞങ്ങൾ അതിന് മറുപടി പറയാം. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ആ ഒരു ഞങ്ങളുടെ ഈ ഒരു കെമിസ്ട്രി കണ്ടിട്ട് തെറ്റിദ്ധാരണ, ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ആണോ, ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഈ ഒരു പരാജയം അത് മാത്രമേ ഞങ്ങളെ ബാധിച്ചിട്ടുള്ളൂ. ഞങ്ങൾ പറഞ്ഞു വന്നത് അന്നും ഇന്നും ഞങ്ങളുടെ പ്രണയം അതുപോലെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. അതിപ്പോ നമ്മളെ കാണുന്നവർക്ക് തന്നെ അറിയുന്നുണ്ടാവും. കാരണം ഒരു എത്ര അഭിനയിക്കുകയാണെങ്കിൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മളുടെ തനി സ്വഭാവം എന്ത് ചെയ്യും, പുറത്ത് വരും. ഇപ്പോഴും എൻ്റെ അമ്മ പറയും, ചേട്ടായിനോട് തന്നെ പറയും, അല്ലെങ്കിൽ എൻ്റെ മക്കളോടും എൻ്റെ അമ്മ പറയും, എന്ത് പിന്നെ ഓന്ന് നല്ലപോലെ നോക്കിയിട്ടെങ്കിൽ ഓള് നിന്ന് കരയുന്ന എൻ്റെ അമ്മ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതല്ലേ ഇപ്പോൾ അവളെ ധൈര്യം എന്നുള്ള. അങ്ങനെ ഞാൻ ആ ഒരു ഇത് കൊടുക്കുന്നുണ്ട് എന്നുള്ള റെസ്പെക്റ്റ്. നമ്മൾ കൊടുത്താൽ തിരിച്ചു കിട്ടുന്നല്ലേ പറയാം. അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കത് തിരിച്ചു കിട്ടും. അതാണ് രണ്ടിടത്തും നടക്കുന്നത്. എനിക്ക് വേണ്ട എല്ലാ റെസ്പെക്റ്റും അതുപോലെ കെയറും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ചേട്ടായിക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റും സ്നേഹമൊക്കെ ഞാൻ തിരിച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണില്ല, ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല. പക്ഷേ എന്താ പറയുക, ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ കണ്ണ് തട്ടാതിരിക്കട്ടെ. കാരണം ചിലരൊക്കെ പറയും, ഓ വരുന്നുണ്ട് ഇപ്പോഴും പോലും ഞങ്ങൾ എന്ത് കപ്പിളാ, ഗോൾഡൻ കപ്പിള, അങ്ങനെ എന്തോ ഒരു പേര് പറയും, വരുന്നുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് ചിലർ പറയും. നമുക്കത് അഭിനയമല്ല, ഞങ്ങൾ എങ്ങോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. അതെന്താന്ന് വെച്ചാൽ അങ്ങനെയാണ്, അതെന്താന്ന് അറിയില്ല. അപ്പോൾ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമ്മുടെ നേരം ഒക്കെ ഒരുപാട് ഇരുട്ടിയിട്ടുണ്ട്, പച്ചപ്പൊക്കെ പോയിട്ട് കളറ് മാറി പോയിട്ടുണ്ട്, രാത്രിയാവാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഒരു ലവ് സ്റ്റോറി എന്ന് പറയാനുള്ളത്. ഇത് അന്നും ഇന്നും പിന്നെ വേറെ ഒരു ഇടപെടലുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് മുന്നോട്ട്. കൂടെ ഞങ്ങളുടെ 3 കുട്ടികളെ. ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ മാറും. അപ്പോൾ അടുത്ത ഇത് ചിലപ്പോൾ 2 പാർട്ടായിട്ടാവും ഇടുക. ചിലപ്പോൾ കുറച്ച് അധികം ലെങ്ത് വരികയാണെങ്കിൽ 2 പാർട്ടായിട്ടാവും വരിക. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഷെയർ ചെയ്തിട്ടും അതുപോലെ തന്നെ എന്താ പറയുക, ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങളുടെ നല്ല നല്ല വ്യൂസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല വ്യൂസ് നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ തൽക്കാലം വിട പറയുന്നു. നന്ദ ബാബു ഫ്രം റെൻഡേ ഹോം. ബൈ.